തെലങ്കാനയിൽ ചൂടുപിടിച്ച BRS ലയന ചർച്ചകൾ നടക്കുകയാണ്. BRS കോൺഗ്രസിൽ ലയിക്കുമെന്നും അല്ല BJP-യിലേക്കാണെന്നുമുള്ള ചർച്ചകളാണ് കൊഴുക്കുന്നത്. വിഷയത്തിൽ കോൺഗ്രസ് BJP നേതാക്കളുടെ വാക്കുപോര് രൂക്ഷമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് KCRന്റെ BRS BJP-യിൽ ലയിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ആരോപിച്ചത്. KT രാമറാവു കേന്ദ്രമന്ത്രിയാകുമെന്നും T ഹരീഷ് റാവു പ്രതിപക്ഷ നേതാവാകുമെന്നും രേവന്ത് പറഞ്ഞു. KCR ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ ആകുമെന്നും രേവന്ത് ആരോപിക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകരോടുള്ള അനൌദ്യോഗിക സംസാരത്തിനിടെയായിരുന്നു രേവന്തിന്റെ ഈ ആരോപണം. അതേസമയം രേവന്തിന്റെ ആരോപണത്തിനെതിരെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബണ്ടി സഞ്ജയ് കുമാർ രംഗത്തു വന്നു. BRS കോൺഗ്രസിലാണ് ലയിക്കുകയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. KCR AICC അധ്യക്ഷനും കവിത രാജ്യസഭാംഗവും KT രാമറാവു PCC അധ്യക്ഷനുമാവുമെന്നും സഞ്ജയ് തിരിച്ചടിച്ചു. ഫോൺ ചോർത്തൽ കേസിലും കാളേശ്വരം അഴിമതി കേസിലും മുൻ മുഖ്യമന്ത്രി K ചന്ദ്രശേഖർ റാവു, മുൻ മന്ത്രിമാരായ KT രാമറാവു, T ഹരീഷ് റാവു എന്നിവരെ എന്തുകൊണ്ട് രേവന്ത് റെഡ്ഡി സർക്കാർ അറസ്റ്റ് ചെയ്തില്ലെന്നും സഞ്ജയ് ചോദിക്കുന്നുണ്ട്. കോൺഗ്രസും BRSും കൈകോർക്കുന്നുവെന്നതിനുള്ള ശക്തമായ തെളിവാണിതെന്നും സഞ്ജയ് ആരോപിച്ചു. കോൺഗ്രസ് BJP നേതാക്കളുടെ ആരോപണത്തിനെതിരെ BRS വർക്കിംഗ് പ്രസിഡന്റ് KT രാമറാവു രംഗത്ത് വന്നു. കോൺഗ്രസുമായോ BJPയുമായോ ലയനത്തിനില്ലെന്നും പാർട്ടി നിലവിൽ ശക്തമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. സംസ്ഥാനത്ത് കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ കോൺഗ്രസിലേക്കും BJPയിലേക്കും BRS നേതാക്കൾ ഒഴുകുകയാണ്. പാർട്ടിക്കെതിരായ അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെയാണ് നേതാക്കളുടെ ഒഴുക്കിന് കാരണമായത്. അതിനിടെ അഴിമതി കേസിൽ KCRന്റെ മകൾ കവിത അറസ്റ്റിലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ BRS എങ്ങനെ BJP ലയിക്കുമെന്ന ചോദ്യമാണ് BRS പ്രവർത്തകർ ഉയർത്തുന്നത്. ലയന ചർച്ചകൾ പാർട്ടിയെ തകർക്കാനുള്ള കോൺഗ്രസിന്റെയും BJPയുടെയും ഗൂഢാലോചനയാണെന്നും നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാന രാഷ്ട്രീയം ദിവസവും മാറിമറിയുന്ന കാഴ്ചയാണ് നാം കണ്ടത്. തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഓരോ രാഷ്ട്രീയ കക്ഷികളും പുത്തൻ തന്ത്രങ്ങൾ മെനയുകയായിരുന്നു. മറ്റു പാർട്ടികളിലെ നേതാക്കളെ തങ്ങളുടെ ചേരിയിലേക്ക് എത്തിക്കുന്നതിനാണ് മിക്കവരും അന്ന് കൂടുതൽ പ്രാധാന്യം നൽകിയത്. തങ്ങളുടെ പല പ്രമുഖ നേതാക്കളും പാർട്ടി വിട്ടു പോകുന്നതിൽ BRS അന്നേ ആശയക്കുഴപ്പത്തിലായിരുന്നു. ലോക്സഭയിൽ ആരെ മത്സരിപ്പിക്കുമെന്നതായിരുന്നു ഇവരുടെ പ്രധാന പ്രശ്നം. ഈ പശ്ചാത്തലത്തിലാണ് BRS BSPയുമായി കൈകോർക്കാൻ തീരുമാനിച്ചത്. BSP സംസ്ഥാന അധ്യക്ഷൻ RS പ്രവീൺ കുമാർ BRS മേധാവി K ചന്ദ്രശേഖർ റാവുവിനെ ഹൈദരാബാദിലെ നന്ദിഗർ കോളനിയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിക്കണ്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ യോഗത്തിലാണ് ഇരുവരും സഖ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും മാധ്യമങ്ങളെ കണ്ടിരുന്നു. BRSും BSPയും തിരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു മത്സരിക്കാൻ തീരുമാനിച്ചതായും ഇരു നേതാക്കളും വ്യക്തമാക്കുകയായിരുന്നു. രാജ്യത്ത് മതേതരം അപകടത്തിലായിരിക്കുന്നുവെന്നും മതേതരത്വത്തെ സംരക്ഷിച്ച ആളാണ് KCR എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. രാജ്യത്ത് ഭരണഘടന നടപ്പാക്കുന്നതിലുള്ള അപകടത്തിലും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. കോൺഗ്രസും BJPയെ പോലെ തന്നെ പെരുമാറുന്നു എന്ന് അദ്ദേഹം രൂക്ഷമായിട്ടാണ് വിമർശിച്ചത്. KCRുമായി താൻ സഖ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ചർച്ചയുടെ വിശദാംശങ്ങൾ പാർട്ടി ഹൈക്കമാൻഡുമായും ചർച്ച ചെയ്തതായും അദ്ദേഹം അറിയിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ തെലങ്കാന രാഷ്ട്രീയം മാറിമറിയുകയാണ്. തീരുമാനങ്ങളൊക്കെ വളരെ പെട്ടെന്നാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയത്തെ വലിയ രീതിയിലാണ് ബാധിക്കുന്നത്.